കരുണെ ഞാൻ അങ്ങോട്ട് വരാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ഇതുവരെ വരുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം. മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ഒരു കാരണവശാലും മോളെ വേദനിപ്പിക്കരുത്. ഞാൻ ഇന്നുവരെ കരുണയെ വേദനിപ്പിച്ചിട്ടില്ലല്ലോ. നീ പാപ്പരായതാണ് അവളെ വേദനിപ്പിക്കുന്നത്. നിനക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. പക്ഷേ പെൺകുട്ടികൾ അതുകൊണ്ട് തൃപ്തരാവണമെന്നില്ല. പ്രത്യേകിച്ചും കാശുള്ള വീട്ടിലെ പെൺകുട്ടികൾ. അവള് ജനിച്ചപ്പം മുതൽ നേരായ മാർഗത്തിൽ അല്ലാതെയൊക്കെ പൈസ സമ്പാദിച്ച് ഞാൻ എൻ്റെ മോക്ക് സ്വർഗതുല്യമായ ജീവിതം കൊടുത്തേ. എന്നാ കല്യാണത്തിന് ശേഷം ആ സ്വർഗം നരകമാക്കുന്ന രീതിയാണ് നീ ചെയ്തേ. അവിടെ സ്വർഗം പണിത് അവളാ ലക്ഷ്മി. എന്ന് വെച്ചാ സ്വർഗത്തിൽ കിടന്നവള് നരകത്തിലുമായി, നരകത്തിൽ കിടന്നവള് സ്വർഗത്തിലുമായി. അതിന്റെ വിഷമമുണ്ടല്ലോ. ചില്ലറയൊന്നും അല്ല എന്റെ കുഞ്ഞിന്. അതിന്റെ കൂടെ ഇപ്പൊ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പോയി. എന്ന് വെച്ച് നീ നിന്റെ ജോലിയൊന്നും കളയണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ നീ വീണ്ടും പ്രതാപത്തിലേക്ക് തിരിച്ചു വേണം. ഇപ്പോ അതിന് പ്രധാന തടസ്സമായിട്ട് നിൽക്കുന്നത് ഏട്ടത്തി തന്നെ. അവളുടെ വിജയത്തിന് പിന്നിലും ആ വീട്ടിലെ പൂജാമുറിയിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന അയ്യപ്പ വിഗ്രഹമാണ്. അത് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഒരിക്കൽ അത് കളയാൻ നോക്കിയതല്ലേ, എന്നിട്ടും അത് തിരിച്ചു വന്നില്ലേ? അങ്ങനെ തിരിച്ചു വന്ന വിഗ്രഹത്തെ എങ്ങനെങ്കിലും കളയാൻ നോക്കണം. ജീവനില്ലാത്തൊരു വിഗ്രഹത്തെ പോലും നിനക്ക് കളയാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഒരു ഭൂലോക തോൽവിയാണെന്ന് പറയേണ്ടി വരും ഉണ്ണിക്കുട്ട. മോളെ, നല്ല മനസ്സോടെയാണോ നീ പോകുന്നേ? ഒരിക്കലും എനിക്ക് നല്ല മനസ്സോടെ ആ രാക്ഷസ കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പോകാൻ പറ്റില്ല. എങ്കിലും പോണം. അവിടെ നിന്നെങ്കിലേ എപ്പോഴെങ്കിലും എന്റെ ശത്രുക്കളെ എനിക്ക് ജയിക്കാൻ പറ്റൂ. ഇവിടെ നിന്നാലും അവളെ സ്നേഹിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. അവളെ തല്ലിക്കൊന്ന് ഒരു മൂലയിലോട്ട് വെക്കായിരുന്നു. പക്ഷെ ഇതിപ്പോ അതിന് പറ്റാത്തൊരു അവസ്ഥയിലല്ലേ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ അവൾ അതും കൂടെ ചേർത്തായിരിക്കും എന്നെ പിന്നെ ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ അടയ്ക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നേ. അതുപോലെ എനിക്കെതിരെ ചില തെളിവുകളൊക്കെ അവളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതേപ്പറ്റിയൊന്നും ഇപ്പൊ ചോദിക്കണ്ട. അച്ഛനും ഇപ്പൊ അവളുടെ മുമ്പില് മുട്ടിടിച്ച് നിൽക്കേണ്ട അവസ്ഥയാ മോളെ. ഇവനും അവളെ ഭയക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് ഇവൻ പറയുന്നില്ല. മോഹിനിയുടെ മുമ്പിൽ നിന്ന് പോലും ഇവന് തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ പേടിയാ. നമ്മുടെ ഭാഗം ജയിക്കുന്നവരെ നമ്മൾ ശാന്തമായി പോയേ പറ്റൂ. എടുത്തു ചാടി ചെയ്തതിന്റെ ഫലമൊക്കെ എല്ലാവരും അനുഭവിച്ചതാ. ഇനി അത് വേണ്ടെന്നാ ഞാൻ പറയുന്നത്. നിർത്ത്. എന്നിട്ട് നടക്കാൻ നോക്ക്. നമ്മുടെ ഭാഗം ജയിക്കാനായിട്ട് കാത്തുകാത്തിരുന്നാലേ മൂക്കില് പല്ലു മുളയ്ക്കും, മുടി നരയ്ക്കും.